ഹലോ. നമ്മുടെ സെക്രട്ടേറിയറ്റ് മെയിൻസ് കഴിഞ്ഞു. പിന്നെ കുറച്ച് പേർക്ക് ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞു. ആദ്യം തന്നെ പറയട്ടെ, കഴിഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് ആരും ഇനി ഓർത്തിട്ട് ഒരു കാര്യമില്ല. അപ്പം നമ്മൾ ഇനി അടുത്തത് വരാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ടത്. അതായത് എക്സാം പാടുള്ളവർ കാണും, ഈസിയുള്ളവർ വരും. അതിനിപ്പം നമ്മൾ ഓർത്തിട്ട് ഒരു കാര്യമില്ല. ഇനി വരാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നായിരിക്കും നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്. ഇനി നമ്മുടെ മുന്നിലുള്ള എക്സാം ഏതാ? ജൂൺ 21 നടക്കുന്ന ലാബ് അസിസ്റ്റൻ്റ് എക്സാം. ഇനി നമുക്ക് ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഈ ഒരു മാസം നന്നായിട്ടൊന്ന് ആഞ്ഞു പിടിച്ചാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഭാഗ്യം നമ്മുടെ കൂടെ കാണും. വേക്കൻസി കുറവാണ്, അതുകൊണ്ട് നന്നായിട്ട് ആഞ്ഞു പിടിച്ചാലേ നമുക്കിത് നേടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഓരോ മിനിറ്റും വിലപ്പെട്ടതാണെന്ന് കരുതി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ ഒപ്പം പഠിക്കാൻ തയ്യാറാണോ? നമുക്കൊരു കമ്പൈൻ സ്റ്റഡി പോലെ പഠിച്ചു പോകാം. നമുക്കിപ്പോൾ ഏതായാലും അധികം ദിവസം സമയമില്ല, അതുകൊണ്ട് വലിച്ചു വാരി ഒരു പഠനം എന്താണേലും സാധ്യമല്ല. ഇപ്പം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അടുത്തിടെ നടന്ന 10th ലെവലുള്ള എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ആ കണക്റ്റഡ് ഫാക്റ്റ് നമ്മൾ പഠിച്ചു പോവുക. അപ്പോൾ ഡെയിലി എന്താണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. പിന്നെ ഒട്ടും വിട്ട് കളയാൻ പറ്റാത്തൊരു പാർട്ടാണ് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. ഇത് ഡെയിലി നമുക്ക് പ്രാക്ടീസ് ചെയ്താലേ ഇതിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കറണ്ട് അഫെയറും, റീസെൻ്റായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ച കറണ്ട് അഫെയർസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസും നമുക്ക് നോക്കിയാൽ ആ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ റീസെൻ്റായിട്ട് നടന്ന 10th ലെവൽ എക്സാമിൽ ഒന്ന് നോക്കിയാൽ അറിയാം, നമ്മുടെ SCRT ചാപ്റ്റർ കൂടുതലൊരു 60% എങ്കിലും SCRT ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതും പഴയ SCRT തന്നെയാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം SCRT എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നറിയാം. അതുകൊണ്ട് നമുക്ക് ഇത്രയും ദിവസം നമുക്ക് SCRT നന്നായിട്ടൊന്ന് നോക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം വൊക്കാബുലറി അത് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഈസിയാണോ? എനിക്ക് ഏറ്റവും പാടുള്ള മേഖല അതാണ്. എപ്പോഴും മാർക്ക് പോകുന്നതും ഇംഗ്ലീഷ് വൊക്കാബുലറി എന്നാണ്. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് വൊക്കാബുലറി ഡെയിലി വീഡിയോ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഇംഗ്ലീഷും മലയാളം വൊക്കാബുലറി നമുക്കൊരു മിനിമം 100 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് പഠിക്കാം. അതുപോലെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫെയർസും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് SCRT ഡെയിലി നമ്മൾ ഓരോ ചാപ്റ്റർ മിനിമം ഒരു ചാപ്റ്റർ വെച്ചെങ്കിലും നമ്മൾ കവർ ചെയ്ത് പോകുന്നതായിരിക്കും. അതിൻ്റെ നിങ്ങൾ തന്നെ അത് കവർ ചെയ്യണം. ഞാൻ അതിൻ്റെ ചാപ്റ്ററിൻ്റെ നെയിം പറയും. അത് വൈകിട്ട് എന്നിട്ട് അതിൻ്റെ എക്സാം പോലെ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ സാധ്യമാവുകയുള്ളൂ. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് മുന്നേറാം. എല്ലാ SCRT ചാപ്റ്ററും നമ്മൾ വലിച്ചു വാരി പഠിക്കുന്നില്ല. അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കുന്നതാണ്. അപ്പം ആദ്യം തന്നെ നമുക്ക് പഠിക്കേണ്ടത് 10th ക്ലാസ്സിലെ ഓൾഡ് SCRT ആണ്. ഓൾഡ് SCRTയിലെ 10th ക്ലാസ്സിലെ ചാപ്റ്റർ 4 ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുമാണ് ആദ്യം പഠിക്കേണ്ടത്. അപ്പം നിങ്ങൾ ഇന്നത് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും SCRT സോഴ്സ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ ഗൈഡോ അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ കണ്ടതോ എന്തെങ്കിലും ഒരു നോട്ട് മതി. അപ്പോൾ അത് മൊത്തം ആ ചാപ്റ്റർ ഫുള്ള് പഠിച്ചിട്ട് വരിക. എന്നിട്ട് അതിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ രൂപത്തിൽ, അതായത് എക്സാം രീതിയിലായിരിക്കും നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞാനും നിങ്ങളും ഒന്നിച്ചായിരിക്കും ആ എക്സാം എഴുതുന്നത്. അപ്പോൾ അതിൽ എനിക്കും തെറ്റുവരാം, നിങ്ങൾക്കും തെറ്റുവരാം. അപ്പോൾ ആ എക്സാമിന് നെഗറ്റീവ് മാർക്കും ഉണ്ട്. നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ തന്നെ അറിയുന്നുള്ളൂ. അപ്പം നമ്മളതിൽ കള്ളത്തരമൊന്നും കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് ഒരു എക്സാം എഴുതുന്ന ഫീലിൽ നമുക്ക് ആ SCRT ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്കതിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക.